ഒരു കോമന്റ് വലിയ ഒന്നുമില്ല. നിങ്ങളോട് ഒന്നും പറയാൻ അല്ല. എന്താണ് പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. പറഞ്ഞതിൽ എന്തെങ്കിലും വിശദീകരണമുണ്ടോ? പറഞ്ഞതിൽ കൂടുതൽ മാധ്യമത്തിൽ വന്നിട്ടുണ്ടോ? പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ അതിൽ വല്ല വിശദീകരണവുമുണ്ടോ? സ്വാഭാവികമാണ്, മാധ്യമപ്രവർത്തകർ ശശി തരൂരിനെ സമീപിക്കും. കാരണം ശശി തരൂർ ഇന്ന് പൊട്ടിച്ച വെടി കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു മാറ്റവും അതിലില്ല. നോ കമന്റ്സ്, ഒന്നും പറയാനില്ല. എല്ലാം അതിലുണ്ട്. 26-ാം തീയതി പോഡ്കാസ്റ്റ് വരും. അപ്പോൾ എല്ലാം അറിയാം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന്. ഇതാണ് ശശി തരൂർ നൽകുന്ന മറുപടി. മാധ്യമ വാർത്തകളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒന്നും അധികം പറയാതെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ശശി തരൂർ മുന്നോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ശശി തരൂർ ഉറപ്പിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായ കണക്ക് കൂട്ടലുകളുണ്ട്. അത് എന്താണ് എന്ന് അറിയണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. പക്ഷേ ശശി തരൂരിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു അണുകിട പോലും പിറകോട്ട് പോകാതെ. കാരണം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്ന ആളാണ് ശശി തരൂർ എന്ന് എല്ലാവർക്കും അറിയാം. അത് എന്തിന് എന്നതിന്റെ ഉത്തരം മാത്രമാണ് ഇനി അറിയേണ്ടത്. അതും 2 ദിവസം കഴിയുമ്പോൾ അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഒരു കോമന്റ് വലിയ ഒന്നുമില്ല. നിങ്ങളോട് ഒന്നും പറയാൻ അല്ല. എന്താണ് പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. വീട്ടില് അമ്മ കാത്തിരിക്കും. ഞാൻ ഒരു കോമന്റും തരുന്നില്ല. ഒന്ന് അകത്തുനിന്ന് കയറാൻ സമ്മതിക്കണം പ്ലീസ്. വിശദമായി കൊടുത്തില്ല. I have no comment to make at the time. At this time, thank you very much. अरे यार ഇന്റർവ്യൂ വരട്ടെ. 26-ാം തീയതി പോഡ്കാസ്റ്റ് ഇറങ്ങും. അത് കേട്ടിട്ട് അതിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് ആരോ റിലീസ് ചെയ്യാൻ പറയൂ. ഞാൻ 10 ദിവസമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞത് റിലീസ് ചെയ്ത് നിങ്ങൾ കേട്ട് ചോദിച്ചോളൂ. ആദ്യം കേൾക്കും. ഞാൻ പറഞ്ഞത് हाथ पीछे कर थोड़े हाथ सर इंग्लिश में सर वन स्टेटमेंट सर एक मिनट सर पीछे करिए प्लीज വിട്ടാ മൈക്ക് നീക്കിയാൽ ഊപ്പർ വാതിലടയും. സംസാരിക്കില്ല, പോയിക്കോട്ടെ. എവിടെ മൈക്ക് എവിടെ? വിട്ടോ വെക്കുന്നില്ല. Yep.